നമസ്കാരം. ആറന്മുളയിലെ നിയുക്ത എംഎൽഎയും യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറിയുമായ അബിൻ വർക്കിയാണ് ഇന്നത്തെ നമ്മുടെ അതിഥി. ആറന്മുളയിലെ മിന്നും ജയത്തിന്റെ നിറവിലാണ് അബിൻ വർക്കി നമുക്കൊപ്പം ചേരുന്നത്. സ്വാഗതം. വലിയൊരു ഉത്തരവാദിത്വമായിരുന്നു, അത് വളരെ ഭംഗിയായി നിറവേറ്റി ആണ് ഇപ്പോൾ ഞങ്ങൾക്ക് മുന്നിൽ അബിൻ വർക്കി ഇരിക്കുന്നത്. പ്രതീക്ഷിച്ചതായിരുന്നോ ഈ വിജയം? തീർച്ചയായിട്ടും. ആറന്മുളയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 10 കൊല്ലമായിട്ടുള്ള അവിടുത്തെ ജനപ്രതിനിധിയുമായി ബന്ധപ്പെട്ട വികസന മുരടിപ്പും അതുപോലെ തന്നെ കേരളത്തിലെ പൊതു രാഷ്ട്രീയ സാഹചര്യം ഒക്കെ തന്നെ അത് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിരുന്നു. ഐക്യ ജനാധിപത്യ മുന്നണി അതുകൊണ്ട് തന്നെ അങ്ങനൊരു വിജയം അവിടെ പ്രതീക്ഷിച്ചിരുന്നു. പിന്നീട് പ്രചരണ ഘട്ടത്തിലൊക്കെ തന്നെ ആറന്മുളയിൽ വിജയിച്ചു വരാൻ, നല്ല വോട്ടിന് വിജയിച്ചു വരാൻ പറ്റുമെന്നുള്ള ഒരു ആത്മവിശ്വാസം UDFൻ്റെ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ജനങ്ങളുടെ റെസ്പോൺസിൽ നിന്നും ഒക്കെ പ്രതീക്ഷിച്ചിരുന്നു. അത് ഏകദേശം അങ്ങനെയൊക്കെ തന്നെ നടന്നു. ആറന്മുളക്കാരനല്ല അബിൻ വർക്കി എന്നതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണം. ഇപ്പോൾ ആറന്മുളക്കാരനായോ? തീർച്ചയായിട്ടും. ആറന്മുളയിലെ ജനങ്ങൾ ഒരു വിശ്വാസം അർപ്പിച്ചിരിക്കുകയാണ് എന്നിൽ. അത് പൂർണ്ണമായും നിറവേറ്റും. അപ്പോൾ ആറന്മുളക്കാരനായി തന്നെ അവരുടെ ഇടയിൽ നിന്ന് പ്രവർത്തിച്ച് അവരുടെ സുഖദുഃഖങ്ങളിലൊക്കെ അവരുടെ വികസന സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ പ്രവർത്തിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അതങ്ങനെ തന്നെ നടത്തണം എന്നാണ് പ്രാർത്ഥിക്കുന്നത്. ഈ പ്രചരണ രംഗത്ത് ഒരുപാട് വിഷയങ്ങൾ വന്നു. നമുക്കറിയാം, ഈ സംസ്ഥാനത്ത് തന്നെ മുഴങ്ങിക്കേട്ടത് ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെട്ടുള്ള പല വിഷയങ്ങളാണ്. നമുക്ക് ഈ 5 വർഷക്കാലമെടുത്താൽ പലപ്പോഴായി അതുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള വിഷയങ്ങളുണ്ടായിരുന്നു. ഇതിലൂന്നിയുള്ള ഒരു പ്രചരണം തന്നെയാണ് ഈ വിജയത്തിലേക്ക് എത്തിച്ചതെന്നാണോ കരുതുന്നത്? അങ്ങനെയല്ല, അതും അതിനകത്ത് ഒരു ഘടകമായിരുന്നു എന്നുള്ളതാണ്. അവിടെ മണ്ഡലവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ടായിരുന്നു. പിന്നെ പൊതു രാഷ്ട്രീയ സാഹചര്യത്തിൽ സംസ്ഥാന ആരോഗ്യവകുപ്പ് മന്ത്രി മത്സരിക്കുന്ന മണ്ഡലം എന്നുള്ള നിലയ്ക്ക് ആ മണ്ഡലത്തിലെ ആ പൊതു രാഷ്ട്രീയ സാഹചര്യവും ഒക്കെ തന്നെ അവിടെ ചർച്ച ചെയ്യപ്പെട്ടു. ആ ചർച്ച ചെയ്ത കാര്യങ്ങളിൽ UDF പറഞ്ഞ ആശയത്തോടൊപ്പം അവിടുത്തെ ജനങ്ങൾ നിന്നു എന്നുള്ളതാണ്. അങ്ങനെ ഒരു പഴുതില്ലാതെ സാധ്യമായ എല്ലാ സാഹചര്യങ്ങളും ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടല്ലേ? സ്വാഭാവികമാണ്. അത് തീർച്ചയായിട്ടും എന്നെക്കൊണ്ട് പറ്റാവുന്ന 100% കാര്യങ്ങളും എൻ്റെ പാർട്ടിക്കും മുന്നണിക്കും ചെയ്യാവുന്ന 100% കാര്യങ്ങളും ഒരു പ്രചരണ ഘട്ടത്തിൽ ആറന്മുളയിൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ടാണ് ഞങ്ങൾക്ക് ലഭിച്ചത്. തീർച്ചയായും. നമുക്ക് വളരെ കുറച്ച് പ്രചരണ ദിവസമേ ഉണ്ടായിരുന്നുള്ളൂ. കോൺഗ്രസിൽ സ്ഥാനാർത്ഥി നിർണ്ണയം അല്പം വൈകിയാണ് കഴിഞ്ഞത്. അബിൻ വർക്കി പറയുന്ന പോലെ ഈ വിഷയങ്ങളെല്ലാം ഉപയോഗിച്ചതിൻ്റെ ഫലമാണോ ഒരു റൗണ്ട് പോലും ഈ 19,000 വോട്ട് നേടി ജയിച്ചു വന്ന വീണ ജോർജിന് ഒരു റൗണ്ട് പോലും മുന്നിട്ട് നിൽക്കാൻ പറ്റുന്നില്ല? നമ്മൾ തെരഞ്ഞെടുപ്പ് ദിവസം ആദ്യം മുതൽ തന്നെ അബിൻ വർക്കി മുന്നിൽ എന്നാണ് പറഞ്ഞത് അവസാനം വരെ. അല്ല, തീർച്ചയായിട്ടും അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെ സമൂലമായി എല്ലാ വിഭാഗം ജനങ്ങളുടെ ഇടയിലും ഇങ്ങനെ ഒരു വികാരം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. കാരണം കാലങ്ങളായി CPM തന്നെ ലീഡ് ചെയ്യുന്ന പഞ്ചായത്തുകളിൽ ഞാൻ ലീഡ് ചെയ്തു. അത് വലിയ ലീഡുകൾ ചെയ്തു. ഈ പറയുന്ന പോലെ ആറന്മുള 2 വിഭാഗക്കാരെയും ജയിപ്പിച്ചിട്ടുണ്ട്. എങ്കിൽ പോലും ഒരു UDF മണ്ഡലം എന്ന് പൊതുവെ കരുതപ്പെടുന്ന ഒരിടമാണ്. പക്ഷേ കഴിഞ്ഞ 2 ടേമായിട്ട് വീണ ജോർജ് അതിന് മാറ്റം വരുത്തിയിരിക്കുന്നുണ്ടായിരുന്നു. അത് തിരിച്ചു പിടിച്ചു എന്നതാണ് അബിനെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ ക്രെഡിറ്റ്. അതിൽ സംസ്ഥാനത്ത് പൊതുവെ ഉണ്ടായിരുന്ന ഒരു UDF തരംഗം അതുണ്ടായിരുന്നില്ല എങ്കിൽ അത് സാധ്യമാകുമെന്ന് തോന്നുന്നുണ്ടോ? അല്ല, അങ്ങനെയല്ല. സ്വാഭാവികമായിട്ടും പൊതു രാഷ്ട്രീയ സാഹചര്യം എല്ലാ നിയോജകമണ്ഡലങ്ങളെയും ബാധിക്കപ്പെടുന്നുണ്ട്. പിന്നെ ആ നിയോജകമണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഏത് രാഷ്ട്രീയ സാഹചര്യത്തിലും UDFന് ജയിച്ചു വരാൻ സാധിക്കുന്ന ഒരു മണ്ണാണ്. അപ്പോൾ ആ മണ്ണിൽ കൃത്യമായ പ്രചരണവും കൃത്യമായ പാർട്ടി മിഷണറിയുടെ വർക്കിങ്ങുമാണ് ഒരു പരിധിവരെ ഞങ്ങൾക്ക് തിരിച്ചു പിടിക്കാനുള്ള സഹായകരമായത്. 2, ഞങ്ങളുടെ പ്രചരണം കൃത്യമായി ജനങ്ങൾ ഏറ്റെടുത്തതാണ്. അപ്പോൾ അത് ഞങ്ങളുടെ പ്രചരണം സംസ്ഥാനത്തുടനീളം ജനങ്ങൾ ഏറ്റെടുത്ത് കഴിയുമ്പോൾ ആറന്മുളയ്ക്ക് മാത്രമായി മാറി നിൽക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ജനങ്ങളും അത് ഏറ്റെടുത്തു. അങ്ങനെ ഞങ്ങളുടെ വിജയമുണ്ടായി. അതിനകത്തൊരു പൊതു വേവ് എന്നതിനപ്പുറമായിട്ട് ആറന്മുളയുടെ ഒരു സാഹചര്യവുമുണ്ട്, സംസ്ഥാന സാഹചര്യവുമുണ്ട്. ഈ ഓർത്തഡോക്സ് വിഭാഗത്തിൻ്റെ വോട്ട് നേടാൻ പറ്റി എന്നതായിരുന്നു വീണ ജോർജിൻ്റെ വിജയങ്ങളുടെ ഒരു റീസണായി നമ്മൾ കരുതിയിരുന്നത്. അപ്പോൾ ഇത്തവണ ഓർത്തഡോക്സ് വിഭാഗത്തിൻ്റെ മുഴുവൻ വോട്ടും അബിനാണോ ലഭിച്ചിട്ടുള്ളത്? എങ്ങനെയാണ് നിങ്ങളുടെ ഒരു വിലയിരുത്തൽ? അങ്ങനെയല്ല, നമ്മുടെ പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ജനങ്ങളെ ബാധിക്കുന്ന വിഷയത്തിൽ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ വിലക്കയറ്റം. ഇപ്പോൾ വിലക്കയറ്റം ബാധിക്കപ്പെടുന്നത് ഏറ്റവും കൂടുതൽ അറിയുന്നത് സ്ത്രീകളാണ്. കാരണം കൂടുതൽ സ്ത്രീകളാണ് വോട്ട് ചെയ്യപ്പെട്ടത്. ഇപ്പോൾ സ്ത്രീകൾ വിലക്കയറ്റം ബാധിക്കുമ്പോൾ സാമുദായിക അടിസ്ഥാനത്തിൽ ഓർത്തഡോക്സ് ആകുമ്പോൾ ഉള്ളിക്ക് 5 രൂപ കുറച്ചും അല്ലെങ്കിൽ മാർത്തോമയാകുമ്പോൾ 3 രൂപ കുറവോ എന്നൊന്നുമില്ലല്ലോ. സ്ത്രീകളുടെ വിലക്കയറ്റം ബാധിക്കുമ്പോൾ വിലക്കയറ്റം പൊതുവായിട്ടാണ് ബാധിക്കുന്നത്. അതിപ്പോൾ ഹിന്ദു ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും ക്രിസ്ത്യാനി ആണെങ്കിലും അങ്ങനെയാണ് ബാധിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ പൊതു രാഷ്ട്രീയ സാഹചര്യമാണ്. പിന്നെ
ഇപ്പോൾ ഓർത്തഡോക്സ് കമ്മ്യൂണിറ്റി കൂടുതലില്ലാത്ത പഞ്ചായത്തുകളിൽ ഞാൻ ലീഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ പഞ്ചായത്തിൽ മറ്റു വിഭാഗങ്ങളല്ലേ വോട്ട് ചെയ്തത്. അപ്പോൾ ഇത് പൊതു രാഷ്ട്രീയ സാഹചര്യമാണ്. അതുകൊണ്ടാണ് 12 പഞ്ചായത്തിലും ഒരു മുനിസിപ്പാലിറ്റിയുമാണ് അവിടെ ഉള്ളത്. ഇതിവിടെ എല്ലായിടത്തും ഞാൻ ലീഡ് ചെയ്തത് എന്ന് പറയുമ്പോൾ ഞാൻ അതുകൊണ്ടാണ് ആദ്യം പറഞ്ഞത്, അത് സാമുദായിക, ജാതി, മത, ലിംഗ, വർണ്ണ വ്യത്യാസമില്ലാതെ ഐക്യജനാധിപത്യ മുന്നണിക്ക് വോട്ടുകൾ ലഭിച്ചു. അതുകൊണ്ടാണ് ഞാൻ വിജയിച്ചത്. എങ്കിൽ പോലും ഞാനിപ്പോൾ ചോദിച്ചത് ഓർത്തഡോക്സ് വിഭാഗത്തിൻ്റെ വോട്ട് അതിലൊരു ഘടകമായിട്ടില്ലേ വിജയത്തിലെന്നതായിരുന്നു എൻ്റെ ചോദ്യം. അല്ലാതെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വീണ്ടും പറയുന്നു, ജാതി, മത, വർണ്ണ, ലിംഗ ഭേദമില്ലാതെ എല്ലാവരും വോട്ട് ചെയ്തു. അതിൽ ഭൂരിഭാഗം ആളുകളും എനിക്ക് വോട്ട് ചെയ്തു. അതുകൊണ്ട് ആ വോട്ടുകളിലൂടെയാണ് ഇത്ര വലിയ ഭൂരിപക്ഷം. ഇപ്പോൾ 19,000-ന് അല്ലെങ്കിൽ കഴിഞ്ഞ തവണത്തേക്ക് 18 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൻ്റെ കുറവാണ് എനിക്കുണ്ടായിട്ടുള്ളത്. ഇത്ര വലിയ ഭൂരിപക്ഷത്തിനുണ്ടായത് എല്ലാ ജനങ്ങളും, സർവ്വജനങ്ങളും വോട്ട് ചെയ്തു. അതുകൊണ്ടാണ് ഉണ്ടായത്. ജയിക്കും എന്നുള്ള ആത്മവിശ്വാസം അബിൻ പറയുമ്പോൾ 10,000 വോട്ടിന് ജയിക്കും എന്ന് പറയുന്ന വീഡിയോ ക്ലിപ്പിംഗ് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ 10,000-ന് മുകളിലേക്ക് പോയിരിക്കുകയാണ്. അത് അപ്രതീക്ഷിതമായിരുന്നു. ഒന്ന് ഞാനൊരു നമ്പർ പറഞ്ഞതായി ഞാൻ ഓർക്കുന്നില്ല. ഞാൻ 10,000-ന് മുകളിൽ നിന്ന് 10,000-ന് മുകളിൽ നിന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ എൻ്റെ ഭൂരിപക്ഷം പറഞ്ഞത് അൾട്രാ കംഫർട്ടബിൾ എന്നാണ്. ഞാൻ തന്നെ പറഞ്ഞൊരു വാക്കാണ്. ഇനി 10,000-ന് മുകളിൽ നിന്ന് ഞാൻ ഏതെങ്കിലും എടുത്ത് പറഞ്ഞോ എന്ന് എനിക്കറിയില്ല, ഞാൻ ഓർക്കുന്നില്ല. ഞാൻ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. കാരണം ഞാൻ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഭൂരിപക്ഷം പ്രവചിക്കില്ല എന്നൊരു വാക്കെടുത്ത ആളായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അൾട്രാ കംഫർട്ടബിൾ എന്ന് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ പറഞ്ഞത്. ഇനി എന്തും ആയിക്കൊള്ളട്ടെ, വളരെ മികച്ച ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ പറ്റും എന്നുള്ള ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. അതിൻ്റെ കാരണം നമ്മൾ ഓരോ സ്ഥലങ്ങളിലും പോകുമ്പോൾ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന റെസ്പോൺസാണ്. ആ റെസ്പോൺസ് വളരെ പോസിറ്റീവാണ്. അത് ഒന്നാമത്തെ ദിവസം തൊട്ട് അങ്ങനെയാണ്. അതിൽ പാർട്ടി ഭേദമന്യുള്ള റെസ്പോൺസ് ഞങ്ങൾക്ക് പോസിറ്റീവായിരുന്നു. അത് CPM ആയിക്കൊള്ളട്ടെ, BJP ആയിക്കൊള്ളട്ടെ, കോൺഗ്രസ് സ്വാഭാവികമായിട്ടും ആരാണെങ്കിലും പാർട്ടി ഭേദമന്യേ ആ റെസ്പോൺസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു മണ്ഡലം തിരിച്ചു കിട്ടുമെന്നും മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിച്ചു വരാൻ സാധിക്കുമെന്നും. ഇവിടെ ഇപ്പോൾ സംസ്ഥാനത്ത് ഇങ്ങനെ ഒരു തരംഗമുണ്ടോ എന്ന് തിരിച്ചറിയുന്നതിന് പലർക്കും വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ ഈ പറഞ്ഞതുപോലെ അബിൻ വർക്കി ഒരു ചാനൽ ഇൻ്റർവ്യൂവിൽ കൃത്യമായി നമ്പർ പറയുന്ന ഒരു ക്ലിപ്പിങ്ങും ഇതുപോലെ പ്രചരിക്കുന്നുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് ആ ഒരു, നമുക്കറിയാം UDF 100-ൽ അധികം സീറ്റ് നേടി വരുമെന്ന് VD സതീശൻ ആവർത്തിച്ച് പറയുന്നുണ്ട്. അതിനും അപ്പുറമുള്ള ഒരു കോൺഫിഡൻസ് കൃത്യമായി പറയാൻ പ്രേരിപ്പിച്ച ഘടകം എന്താണ്? കനകൊല്ലു സിദ്ധാന്തം റിപ്പോർട്ട് ചോർന്നു കിട്ടിയതെങ്ങാനുമാണോ? അതിൽ മറ്റ് സിദ്ധാന്തങ്ങളൊന്നുമില്ല. ഇതിൽ വീഴ്ചകൾ പറ്റിയ ഒരാൾ എൻ്റെ മുമ്പിൽ ഇരിക്കുന്നതുകൊണ്ട് കൂടുതലൊന്നും പറയില്ല. ഞാനത് പോസിറ്റീവായിട്ടാട്ടോ പറയും. ഞാൻ പറഞ്ഞത്, ഞങ്ങൾ തിരഞ്ഞെടുപ്പിന് ശേഷം ഞാൻ കേരളത്തിന് ഉടനീളം യാത്ര ചെയ്യുകയുണ്ടായി. ഞാൻ എല്ലാ മേഖലയിലും പോവുകയുണ്ടായി. അപ്പോൾ സ്വാഭാവികമായിട്ടും കഴിഞ്ഞ 10 കൊല്ലമായി ഞങ്ങൾക്ക് ഭരണമില്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ സംഘടനാ പ്രവർത്തനത്തിലായിരുന്നു. 10 കൊല്ലമായി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ വളരെ ആത്മബന്ധമുള്ള പ്രവർത്തകരുണ്ട്. അപ്പോൾ ഇവരോടൊക്കെ സംസാരിക്കുമ്പോഴും നമുക്ക് കിട്ടുന്ന ഫീഡ്ബാക്ക് അത് വളരെ പോസിറ്റീവാണെന്ന് മാത്രമല്ല, വളരെ ഹ്യൂജായിട്ടുള്ള ഒരു മാർജിനിലേക്ക് കോൺഗ്രസും UDFും വരുമെന്നുള്ള പ്രതീക്ഷയുണ്ടാകും. വളരെ കൃത്യമാണ്. നമുക്ക് ഒരു യാത്രയിൽ ആളുകളോടുള്ള സംവാദത്തിൽ ആളുകളുമായിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് വളരെ കൃത്യമായിരുന്നു ഈ തരംഗമുണ്ടാകുമെന്നും ഈ സീറ്റുകൾ ജയിച്ചു വരാൻ സാധിക്കും. അങ്ങനെയാണ് അത് പറഞ്ഞത്. അതിന് മാന്ത്രിക വിദ്യ ഒന്നും ഉണ്ടായിരുന്നില്ല. അബ്ദുൾ റഷീദ് ഈ 6 റൗണ്ട് ലീഡ് ചെയ്തു, അതുപോലും പ്രെഡിക്റ്റ് ചെയ്തു. അത് റഷീദുമായിട്ട് ഞാൻ വളരെ അടുത്ത സുഹൃത്താണ്. അപ്പോൾ റഷീദുമായി ഞാൻ സംസാരിച്ചിരുന്നു. പിന്നെ അതുമാത്രമല്ല, അവിടുത്തെ പ്രവർത്തകരുമായി ഞാൻ സംസാരിച്ചിരുന്നു. അപ്പോൾ എന്നോട് വളരെ കൃത്യമായി അവർ പറഞ്ഞു, കൃത്യം ലീഡ് ചെയ്യുന്ന റൗണ്ടുകളൊക്കെ അവർ വളരെ കൃത്യമായിട്ട്, വളരെ കോൺഫിഡൻ്റ് ആയിരുന്നു അവർ. കാരണം അവരെന്നോട് വളരെ കൃത്യമായി പറഞ്ഞത്, അവസാനത്തെ 2 റൗണ്ടുകളിൽ, അത് പിണറായി പഞ്ചായത്തും ധർമ്മടം പഞ്ചായത്തും എണ്ണുമ്പോഴല്ലാതെ ശ്രീ പിണറായി വിജയൻ അവിടെ ലീഡ് ചെയ്യില്ല എന്നും, ആ പഞ്ചായത്തിൽ എങ്ങനെയാണോ ലീഡ് വരുന്നത് അതിനനുസരിച്ചായിരിക്കും വിജയമെന്ന് പോലും അവർ പറഞ്ഞിരുന്നു. അപ്പോൾ അത് വളരെ അവരുടെ കറക്റ്റ് ഫീഡ്ബാക്ക് ആയിരുന്നു അത്. ആ ഫീഡ്ബാക്ക് അങ്ങനെ തന്നെ സംഭവിച്ചു. കാരണം ഗ്രൗണ്ടിൽ പണിയെടുക്കുന്ന സാധാരണ പ്രവർത്തകരാണ്. അപ്പോൾ അത് പ്രത്യേകിച്ച് റഷീദിനെ പോലുള്ള വളരെ കരിസ്മാറ്റിക് ആയിട്ടുള്ള, വളരെ സ്റ്റുഡിയസ് ആയിട്ടുള്ള ആളുകൾ മത്സരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരാൾ മത്സരിക്കുമ്പോൾ ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു ഞങ്ങൾക്കത് ഒരുപക്ഷെ അത് പിടിക്കാമെന്ന് പോലുള്ള ഒരു ചിന്ത ഒരു ഘട്ടത്തിലുണ്ടായിരുന്നു. പക്ഷേ അത് ഇങ്ങനെ വന്നു എന്നുള്ളത് തന്നെ വലിയ സന്തോഷമാണ്. UDFിൻ്റെ വിജയത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകം പിണറായി വിജയനാണെന്ന് പ്രതിപക്ഷ നേതാവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ആറന്മുളയിലെ വിജയത്തിൻ്റെ പ്രധാനപ്പെട്ട ഘടകം അബിൻ വർക്കിയാണോ പിണറായി വിജയനാണോ? അല്ല, അങ്ങനെയല്ല. ഞാനൊന്നുമല്ല. ഞാൻ ഒരു UDFിൻ്റെ സ്ഥാനാർത്ഥി മാത്രമാണ്. എന്നെ വിജയിപ്പിക്കാൻ വേണ്ടി അവിടെ പണിയെടുത്തത് മുഴുവൻ UDFിൻ്റെ പ്രവർത്തകരാണ്. അവിടെ ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ 272 ബൂത്താണുള്ളത്. ആ ബൂത്തുകളിലെല്ലാം അവർ പണിയെടുത്തുകൊണ്ടാണ് ഞാൻ വിജയിക്കുന്നത്. പിന്നെ 2, സ്വാഭാവികമായിട്ടും നമ്മൾ എന്ത് പറഞ്ഞാലും നമ്മൾ പറയുന്ന കാര്യം അവിടുത്തെ വീടുകളിൽ പോയി പറയേണ്ടത് നമ്മുടെ പ്രവർത്തകരാണ്. ആ പ്രവർത്തകരില്ലാതെയൊന്നും നമ്മളില്ല. അതുകൊണ്ട്
എനിക്ക് എന്നാൽ കഴിയുന്ന കാര്യങ്ങളൊക്കെ എന്താണോ എന്നെ പാർട്ടി നേതൃത്വം ഏൽപ്പിച്ചത് അത് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്നെ അങ്ങോട്ട് ആറന്മുളയിലേക്ക് പറഞ്ഞു വിടുമ്പോൾ പ്രതിപക്ഷ നേതാവ് എന്നോട് പറഞ്ഞത്, നിന്നെ ഞാൻ പറഞ്ഞു വിടുന്നത് വീണ ജോർജിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഈ മന്ത്രിസഭയിൽ ആദ്യം തോൽക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന മന്ത്രി വീണ ജോർജാണ്. നീ അത് ചെയ്തിട്ടേ തിരിച്ചു വരാവുള്ളൂ എന്നാണ് എന്നെ പ്രതിപക്ഷ നേതാവ് എന്നോട് പറഞ്ഞാണ്. ഇത് തന്നെയാണ് എൻ്റെ അടുത്ത് കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട മറ്റ് നേതാക്കന്മാരും പറഞ്ഞത്. അപ്പോൾ ഞാൻ എന്നെക്കൊണ്ട് അതിനുവേണ്ടി എന്തൊക്കെ സാധിക്കുമോ അതൊക്കെ ഞാൻ ചെയ്തു. എൻ്റെ പ്രവർത്തകർ, നമ്മുടെ പ്രവർത്തകർ, UDFൻ്റെ പ്രവർത്തകർ എല്ലാം അത് ഏറ്റെടുത്തു, അത് ചെയ്തു. അങ്ങനെയാണ് വിജയിച്ചത്. അത് ജനങ്ങളൊപ്പം നിന്നു. കോൺഗ്രസ് പറഞ്ഞ രാഷ്ട്രീയത്തോട് ജനങ്ങളൊപ്പം നിന്നു. ഇപ്പം ജനം ഒരു മാറ്റം ആഗ്രഹിച്ചാണ് വോട്ട് ചെയ്തത്. ആ മാറ്റം ആഗ്രഹിച്ച് വോട്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് 10 കൊല്ലത്തിൽ നിന്ന് ഒരു മാറ്റം ജനം ആഗ്രഹിക്കുന്നുണ്ട്. ഇനി ഞാൻ ആ മാറ്റം കൊണ്ടുവന്നില്ലെങ്കിൽ സ്വാഭാവികമാണ് ജനം മറ്റൊരു മാറ്റം ആഗ്രഹിക്കും. അപ്പോൾ ഞാൻ അതിനനുസരിച്ച് ആ ജനഹിതം അനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളത് മാത്രമാണ് ഇനി എൻ്റെ മുമ്പിലുള്ളത്. ശക്തമായ ത്രികോണ മത്സരം എന്നതായിരുന്നു നമ്മൾ പറഞ്ഞത്. കുമ്മനം രാജശേഖരൻ എന്ന സ്ഥാനാർത്ഥിയെ എങ്ങനെയാണ് കണ്ടത്? ശ്രീ കുമ്മനം രാജശേഖരൻ വളരെ സീനിയറായ നേതാവാണ്. അദ്ദേഹം എത്രയോ കാലങ്ങളായി നമ്മളൊക്കെ ചെറുപ്പത്തിൽ TV കാണുമ്പോൾ കാണുന്ന മുഖമാണ് ശ്രീ കുമ്മനം രാജശേഖരൻ്റെ. അപ്പോൾ അപ്പോഴേ അദ്ദേഹത്തിൻ്റെ മുഖമൊക്കെ നമുക്കറിയാമല്ലോ. അദ്ദേഹം വളരെ സീനിയറായ ഒരു നേതാവാണ്. പക്ഷേ ഞങ്ങൾക്ക് ഉറപ്പുണ്ടായിരുന്നു ഈ BJPയുടെ വോട്ടുകൾ കഴിഞ്ഞ തവണ CPM വളരെ കൃത്യമായി പിടിച്ചു അവിടെ. കാരണം 2016 തന്നെ BJPക്ക് ശ്രീ MT രമേശ് നിൽക്കുമ്പോൾ 38,000 വോട്ട് പിടിച്ച മണ്ഡലമാണ്. 2019 ശ്രീ K സുരേന്ദ്രൻ പാർലമെൻറ്റിൽ മത്സരിക്കുമ്പോൾ 50,000 വോട്ട് ആറന്മുള നിയോജകമണ്ഡലത്തിൽ നിന്ന് അദ്ദേഹത്തിന് ലഭിച്ചു. 2024 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ശ്രീ അനിൽ ആൻ്റണി നിൽക്കുമ്പോൾ 38,000 വോട്ട് പിടിച്ചു. പക്ഷേ കഴിഞ്ഞ 2021 തെരഞ്ഞെടുപ്പിൽ BJPയുടെ സ്ഥാനാർത്ഥിയായി ശ്രീ ബിജു മാത്യു നിൽക്കുമ്പോൾ 29,000 വോട്ട് മാത്രമാണ് ലഭിച്ചത്. എന്ന് പറഞ്ഞാൽ ഒരു 10,000-ഓളം വോട്ട് വളരെ ക്ലീനായി ശ്രീമതി വീണ ജോർജിൻ്റെ കയ്യിലിട്ട് പോയതുകൊണ്ടാണ് അന്ന് അങ്ങനെ ഒരു ഷിഫ്റ്റ് ഉണ്ടായത്. പക്ഷേ ഇത്തവണ ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നത് BJP അങ്ങനെ ഒരു വോട്ട് കച്ചവടം നടത്തരുതെന്നും BJPയുടെ വോട്ടുകൾ പിടിക്കണമെന്നുള്ളതാണ്. അത് ഏകദേശം ആ രീതിയിൽ തന്നെ ഏതാണ്ട് ഒരു 35,000-ഓളം വോട്ടുകൾ, അവരുടെ ബേസ് വോട്ടുകൾ BJP പിടിക്കുകയുണ്ടായി. അത് ശ്രീ കുമ്മനം രാജശേഖരൻ ആയതുകൊണ്ടാണ് അത് പിടിച്ചതെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം അദ്ദേഹം നിൽക്കുമ്പോൾ ഒരിക്കലും BJPക്ക് മറ്റൊരു തരത്തിൽ ചിന്തിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് അത് ചെയ്തതെന്നാണ് ഞാൻ മനസ്സിലാക്കി. അബിനിപ്പോൾ ഇത്രയും നേരം പറഞ്ഞത് തെരഞ്ഞെടുപ്പ് വിജയം അത് പ്രതീക്ഷിച്ചതിലും അധികം ഭൂരിപക്ഷത്തോടെയൊക്കെ പല സ്ഥാനാർത്ഥികളും ജയിച്ചു വന്നതിൻ്റെ സന്തോഷവുമൊക്കെയാണ്. പക്ഷേ ഇന്ന് ഈ 3 ദിവസം പിന്നിടുമ്പോഴും മുഖ്യമന്ത്രി ആര് എന്ന തീരുമാനമായിട്ടില്ല. നേതാക്കന്മാർക്കായി പലയിടങ്ങളിലും ഫ്ലെക്സുകൾ ഉയർന്നുകൊണ്ടിരിക്കുന്നു, പരസ്യ പ്രകടനം നടക്കുന്നു, MLA-മാരുടെ അഭിപ്രായം തേടുന്നു. അതൊരു പ്രോസസ്സാണ് എന്ന് കരുതാം. അതിന് പുറമെ ഈ പുറത്ത് നടക്കുന്ന ഫ്ലെക്സ് യുദ്ധം, പ്രകടനം, ഇതിനെ എങ്ങനെയാണ് കാണുന്നത്? അത് ഒരു മങ്ങലേൽപ്പിച്ചോ വിജയത്തിന്? ഇല്ല, അങ്ങനെയല്ല. ഇത് പാർട്ടി കോൺഗ്രസ് ആണ്. ഞങ്ങൾക്ക് അല്പം ജനാധിപത്യം കൂടുതലാണ് എന്നുള്ളത് കൊണ്ട്, നിങ്ങൾക്ക് ഒക്കെ വാർത്ത കിട്ടുന്ന ജനാധിപത്യം കൂടുതലുള്ളത് കൊണ്ടാണല്ലോ. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏതൊരു സംസ്ഥാനത്തും, ഞങ്ങളൊരു സംസ്ഥാനത്തും മുഖ്യമന്ത്രിയെ മുന്നേ തീരുമാനിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടാറില്ല. അതുകൊണ്ട് തന്നെ ഒരു തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ വിജയമുണ്ടാകുമ്പോൾ, അത് വിജയമാണെങ്കിലും പരാജയമാണെങ്കിലും ഉണ്ടാകുമ്പോൾ ഞങ്ങളുടെ ഒരു യൂഷ്വൽ പ്രോസസ്സാണുള്ളത്. താങ്കൾ പറഞ്ഞതുപോലെ ഈ ഫ്ലെക്സും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലും സംഭവിക്കുന്നത്, അത് സ്വാഭാവികമായിട്ടും കോൺഗ്രസ്സിൽ ഇപ്പോൾ എല്ലാവർക്കും ഓരോ നേതാക്കന്മാരെ ഇഷ്ടമുണ്ട്. അത് പരസ്യമായി പ്രകടിപ്പിക്കാനുള്ളൊരവസരം കോൺഗ്രസ്സിലുണ്ട് താനും. അത് ശ്രീ K മുരളീധരനൊക്കെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടല്ലോ. അതായത് ഈ പാർട്ടിയിൽ ജനാധിപത്യമുണ്ട്. എനിക്കൊരല്പം ഇഷ്ടം ആരോടെങ്കിലും ഉണ്ടെങ്കിൽ ആ ഇഷ്ടം പ്രകടിപ്പിക്കാനും, അല്പം അനിഷ്ടം ആരോടെങ്കിലും ഉണ്ടെങ്കിൽ ആ അനിഷ്ടം പ്രകടിപ്പിക്കാനുള്ള അവസരം ഈ പാർട്ടി എനിക്ക് തരുന്നുണ്ട്, അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർക്ക് കൊടുക്കുന്നുണ്ട്. ആ ഒരു വിശാലമായ ജനാധിപത്യ ബോധം തന്നെയാണ് നമ്മളെയൊക്കെ പിടിച്ചു നിർത്തുന്നത്. അപ്പോൾ ഫ്ലെക്സ് വയ്ക്കുന്നുണ്ട്, പ്രകടനം നടത്തുന്നുണ്ട്, സോഷ്യൽ മീഡിയയിൽ എഴുതുന്നുണ്ട്. പക്ഷേ കോൺഗ്രസ് പ്രസിഡൻ്റ് ഒരു തീരുമാനമെടുത്താൽ ആ തീരുമാനത്തോടെ എല്ലാവരും ചേർന്ന് നിൽക്കും. ആ തീരുമാനം എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയായിരിക്കും എടുക്കാൻ പോകുന്നത്. അബിൻ തന്നെ പറഞ്ഞല്ലോ, ഇഷ്ടമുള്ള നേതാക്കളെ പറയാൻ കൂടി പറ്റുന്ന പാർട്ടിയാണ് എന്ന്. അബിൻ ഇപ്പോൾ അവിടെ പോയി ഹൈക്കമാൻഡിൻ്റെ പ്രതിനിധികൾക്ക് മുന്നിൽ ആരാണ് അബിൻ്റെ ചോയ്സ് എന്ന് പറഞ്ഞിട്ട് വരികയാണ്. ആരാണ് അബിൻ്റെ ചോയ്സ്? ഞാൻ എൻ്റെ അഭിപ്രായം വളരെ കൃത്യമായി രേഖപ്പെടുത്തി. എനിക്ക് പറയാനുള്ള അവസരം അത് കോൺഗ്രസ് ഹൈക്കമാൻഡിൽ നിന്നുണ്ടായിരുന്ന ഇന്ന് ശ്രീ മുകുൾ വാസ്നിക്കാണ്, അതുപോലെ ശ്രീ അജയ് മാക്കൻജിയാണ്, പിന്നെ അതുപോലെ ശ്രീമതി ദീപാദാസ് മുൻഷിയാണ്. ഇവർ എൻ്റെ സജഷൻസ് ചോദിക്കുകയും എന്താണ് താങ്കളത് പറയാനുള്ള കാരണമെന്ന് ചോദിക്കുകയും എന്താണ് ഓപ്ഷൻ എന്ന് ചോദിക്കുകയും ഒക്കെ ചെയ്തു. ഓപ്ഷനെ ചോദിച്ചോളൂ. അല്ല, അങ്ങനെയല്ല. അത് അതൊക്കെ നമ്മുടെ ഉള്ളിലുണ്ടായ ചർച്ചയാണ്. എനിക്കെന്താണോ അഭിപ്രായം രേഖപ്പെടുത്താൻ പറ്റുന്നത് ആ അഭിപ്രായം രേഖപ്പെടുത്താനുള്ള അവസരം എനിക്ക് തന്നു. ഞങ്ങൾ 63 MLA-മാർക്കും കൊടുത്തു. MP-മാർക്ക് അവസരമുണ്ടായിരുന്നു. മുതിർന്ന നേതാക്കൾ ശ്രീ AK ആൻ്റണി ഉൾപ്പെടെയുള്ളവരെ അവർ കണ്ടു. അപ്പോൾ അത്
വളരെ വിശാലമായ ഒരു ജനാധിപത്യ സംസ്കാരമാണ്, ഒരു പ്രോസസ്സാണ്. ആ പ്രോസസ്സ് കഴിഞ്ഞു എന്ന് ഞാൻ എൻ്റെ അഭിപ്രായം ഞാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനുശേഷം മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് രാഹുൽ ഗാന്ധിയാണ് എൻ്റെ നേതാവ് എന്നാണ് പറഞ്ഞത്. അതിനപ്പുറം കേരളത്തിൽ രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ വളർന്നു വന്ന ഒരു യുവ നേതാവായിട്ടാണ് അബിൻ അറിയപ്പെട്ടത്. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് ആരാണ് ആൾ എന്ന് ചോദിച്ചപ്പോൾ അബിനെ ചൂണ്ടിക്കാട്ടിയ നേതാവാണ് രമേശ് ചെന്നിത്തല. എന്തുകൊണ്ടാണ് ഈ ഘട്ടത്തിൽ രമേശ് ചെന്നിത്തലയെ ചൂണ്ടാത്തത് അബിൻ? അല്ല, അങ്ങനെയല്ല. ഇതിനകത്ത് അങ്ങനെ ഒരു പരസ്യ പ്രതികരണം നടത്തേണ്ട ഒരു സമയമല്ല. ഏതെങ്കിലും ഒരു പാർട്ടി പോസ്റ്റിലേക്ക് വരണമെന്ന് പറയുന്ന പോലെയല്ല കേരളത്തിലൊരു ജനപ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെട്ട് കഴിയുമ്പോൾ നമ്മൾ ഒരാളെക്കുറിച്ച് പറയേണ്ടത്. അതുമാത്രമല്ല, അതങ്ങനെ പറയണമെന്നൊരു നേതാവ് പോലും ആവശ്യപ്പെടില്ല ഇവിടെ. കാരണം അതൊരു പക്വമായ രാഷ്ട്രീയം കൈകാര്യം ചെയ്യേണ്ടത് ആ രീതിയിലാണ്. പാർട്ടിയുടെ ഉള്ളിൽ പറയേണ്ട അഭിപ്രായം പാർട്ടിയുടെ ഉള്ളിൽ തന്നെയാണ് പറയേണ്ടത്. ഇതിനു വേണ്ടി ഒരു പ്രൊസീജിയറുണ്ട്, അതിനുവേണ്ടി ഒരു പ്രോസസ്സുണ്ട്. ആ പ്രോസസ്സിൽ വളരെ കൃത്യമായി എൻ്റെ അഭിപ്രായം എന്താണോ ഞാൻ ആ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ സ്വാഭാവികമാണ്, നമുക്കൊക്കെ ഓരോ നേതാക്കന്മാരോട് ഇഷ്ടം കാണും. നമ്മളെയൊക്കെ ഓരോ നേതാക്കന്മാർ പ്രത്യേകമായി കെയർ ചെയ്യുന്നുണ്ടാവും. എനിക്ക് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ കൃത്യമായി ഞാൻ പറയുന്നു, എനിക്ക് നിങ്ങൾ ഈ പറയപ്പെടുന്ന 3 നേതാക്കന്മാരും, ശ്രീ രമേശ് ചെന്നിത്തലയും ശ്രീ കെ സി വേണുഗോപാലും ശ്രീ വി ഡി സതീശനും എൻ്റെ വിജയത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാ പിന്തുണയും നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ 3 നേതാക്കന്മാരും ഇപ്പോൾ എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട പോയിൻ്റായിരുന്നു ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ്. ആ 3 നേതാക്കന്മാരും എൻ്റെ വിജയത്തിന് വേണ്ടി എന്തൊക്കെയാണോ ചെയ്യാൻ പറ്റുന്നത് അത് കേവലം ഒരു പ്രചരണത്തിൽ വരിക എന്നുള്ളത് മാത്രമല്ല, ഒരു നിയോജക മണ്ഡലങ്ങളിൽ ഇടപെടേണ്ട വിഷയങ്ങളിൽ ഇടപെടുകയും സംഘടനാപരമായ വിഷയങ്ങൾ പരിഹരിക്കാനും മറ്റു കാര്യങ്ങളിലും ഒക്കെ തന്നെ ഈ 3 നേതാക്കന്മാരുടെയും കൃത്യമായ ഇടപെടലുണ്ടായിരുന്നു. ആ 3 നേതാക്കന്മാരുടെ ഇടപെടലിലൂടെയാണ് ഞാൻ വിജയിച്ചു വന്നത്. അതിനകത്തൊരു സംശയമില്ല. പക്ഷേ അത് സ്ഥാനാർത്ഥി നിർണയത്തിന് ശേഷമുള്ള ഘട്ടമാണല്ലോ. സ്ഥാനാർത്ഥിയാകാൻ ആറന്മുളയിൽ അബിൻ വർക്കി എന്ന സ്ഥാനാർത്ഥി ഉണ്ടാകാൻ രമേശ് ചെന്നിത്തലയാണ് അബിന് വേണ്ടി ഏറ്റവും കൂടുതൽ വാദിച്ചത് എന്ന് കേട്ടിരുന്നു. ഈ 3 പേരും എന്നെ സഹായിച്ചിട്ടുണ്ട്, ഒരു സംശയം വേണ്ട. ഈ 3 പേരും, കാരണം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ആരെങ്കിലുമൊക്കെ എതിർത്താൽ, ഒരാൾ നമ്മളെ എതിർത്താൽ നമുക്ക് സ്ഥാനാർത്ഥിയൊന്നായി വരാൻ പറ്റില്ല. പക്ഷേ ഈ 3 നേതാക്കന്മാരുടെയും പിന്തുണയോടുകൂടിയാണ് ഞാൻ മത്സരിച്ചത്. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ശ്രീ വി ഡി സതീശൻ എന്നോട് പറഞ്ഞത്, നിന്നെ ആറന്മുളയിൽ വെച്ചിരിക്കുന്നത് നീ അവിടെ പോയി മത്സരിച്ച് ശ്രീമതി വീണ ജോർജിനെ തോൽപ്പിക്കാൻ വേണ്ടിയാണ്. കാരണം ഞാൻ ഈ മന്ത്രിസഭയിൽ ആദ്യം തോൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന മന്ത്രി വീണ ജോർജാണ്, നീ അത് ചെയ്തിരിക്കണം. ഇങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞത്. ശ്രീ കെ സി വേണുഗോപാലും ഇത് തന്നെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. ശ്രീ രമേശ് ചെന്നിത്തല അത് തന്നെയാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഈ 3 നേതാക്കന്മാരും എന്നെ ഒരു ദൗത്യം ഏൽപ്പിക്കുന്നത് ആ 3 നേതാക്കന്മാരും അറിഞ്ഞുകൊണ്ടാണ്. ആ 3 നേതാക്കന്മാരും കെ പി സി പ്രസിഡന്റ് ഉൾപ്പെടെ ഉള്ളവർ എന്നെ അങ്ങനെ ഒരു ദൗത്യം ഏൽപ്പിക്കണം എന്നുണ്ടെങ്കിൽ അവരെല്ലാവരും അത് സമ്മതിച്ചിട്ടല്ലേ. അപ്പോൾ ഇവരുടെ എല്ലാവരുടെയും പിന്തുണ എനിക്ക് ഉണ്ടായിരുന്നുകൊണ്ടല്ലേ ആ പിന്തുണ ഉണ്ടായിരുന്നു എനിക്ക്. ഇപ്പോൾ രമേശ് ചെന്നിത്തലയുടെ ഏറ്റവും വിശ്വസ്തനായ അബിൻ വർക്കി ഇപ്പോൾ 3 പേരും എൻ്റെ നേതാക്കന്മാരാണെന്ന് പറയുന്ന ഇടത്തേക്ക് എത്തി. അപ്പോൾ നിയമസഭാ കക്ഷി യോഗത്തിൽ പിന്തുണ വേണം എന്നുള്ളത് കൊണ്ടായിരിക്കുമോ ഈ 3 പേരും അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചത്? അങ്ങനെയല്ല, ഞാൻ എല്ലാ കാലഘട്ടത്തിലും അങ്ങനെ തന്നെയാണ് പറയുന്നത്. ഞാൻ ഏത് കാലഘട്ടത്തിലാണ് ഏതെങ്കിലും ഒരു നേതാവിനെ തള്ളി പറഞ്ഞിട്ടുള്ളത്? നിങ്ങൾക്ക് എൻ്റെ മുന്നേയുള്ള ഏത് അഭിമുഖം എടുത്ത് പരിശോധിച്ചാലും അറിയാം, ഞാൻ ഈ നേതാക്കന്മാരുടെ എല്ലാം പേരെടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ ഏത് അഭിമുഖത്തിലും നിങ്ങൾ ഇങ്ങനെ ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിട്ടുള്ളൂ. എന്ന് പറഞ്ഞാൽ എൻ്റെ രാഷ്ട്രീയ പാതയിൽ ഇവരുടെയൊക്കെ സഹായം അത് ഓരോ ഘട്ടത്തിലും ഓരോ ആളുകൾ സഹായിച്ചിട്ടുണ്ട്, എനിക്കുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കൊന്നും ആരുടെയും അങ്ങനെ സഹായം, അതായത് ഇപ്പോൾ പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടിയിൽ നമ്മൾ പ്രവർത്തിച്ചു വരുമ്പോൾ ഒരു ഘട്ടം വരുമ്പോൾ ആരെങ്കിലുമൊക്കെ നമ്മളെ ഒരു കൈപ്പിടി സഹായം ചെയ്താലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അത് ഈ നേതാക്കന്മാരെല്ലാവരും എന്നെ സഹായിച്ചിട്ടുണ്ട്. അത് ശ്രീ രമേശ് ചെന്നിത്തല എന്നെ സഹായിച്ചിട്ടുള്ള വ്യക്തിയാണ്. ശ്രീ കെ സി വേണുഗോപാലും ശ്രീ വി ഡി സതീശനും എന്നെ സഹായിച്ചിട്ടുള്ള വ്യക്തികളാണ്. അപ്പോൾ അതുകൊണ്ട് അതങ്ങനെയാണത് രാഷ്ട്രീയത്തിൽ. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചതിന് ശേഷം സ്വാഭാവികമായും എത്തേണ്ടത് താങ്കളായിരുന്നു. അതുണ്ടായില്ല. ആ ഘട്ടത്തിൽ അല്പം വിഷമം, അത് മാത്രവുമല്ല താങ്കളെ ദേശീയ ചുമതലയിലേക്ക് മാറ്റുകയും ചെയ്തു. അപ്പോൾ അബിൻ വർക്കിയെ നാട് കടത്തലായിട്ടാണ് അത് വ്യാഖ്യാനിക്കപ്പെട്ടത്. അതിലുള്ള വിഷമം താങ്കൾ പരസ്യമായി തന്നെ പ്രകടിപ്പിക്കുകയും ചെയ്തു. ആ വിഷമമൊക്കെ പൂർണ്ണമായിട്ടും മാറിയോ? തീർച്ചയായിട്ടും. ഞാൻ ആദ്യം അതിന് പകരമായിരുന്നു ഈ സ്ഥാനാർത്ഥിത്വം? അല്ല, അങ്ങനെയല്ല. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഈ പാർട്ടിയുടെ പ്രത്യേകത എനിക്കല്പം വിഷമമുണ്ടെങ്കിലും എനിക്കല്പം സന്തോഷമുണ്ടെങ്കിലും ഇഷ്ടമുണ്ടെങ്കിലും അനിഷ്ടമുണ്ടെങ്കിലും ഒക്കെ അത് പ്രകടിപ്പിക്കാനുള്ളൊരവസരം ഈ പാർട്ടി തരുന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പം ഞാൻ ആ ഘട്ടത്തിൽ എനിക്ക് സംസ്ഥാന രാഷ്ട്രീയത്തിൽ തുടരണം എന്നൊരഭിപ്രായം ഞാൻ പറഞ്ഞിരുന്നു. എൻ്റെ പാർട്ടി എന്നെ കേൾക്കുകയും എനിക്ക് യൂത്ത് കോൺഗ്രസ്സിൽ മറ്റൊരു സംസ്ഥാനത്തിൻ്റെയും ചുമതല തരാതെ തന്നെ കേരളത്തിൽ തുടരാൻ, ദേശീയ സെക്രട്ടറി കേരളത്തിൽ തുടരാനുള്ള അവസരം തരികയും ചെയ്തു.
അത് ഞാൻ എൻ്റെ ഒരു വിഷമം പറഞ്ഞപ്പോൾ എൻ്റെ പാർട്ടി അത് കേട്ടു, അത് പരിഹരിച്ചു. ഇനി എന്താണ് അതിനകത്ത് മറ്റൊരു കാര്യമില്ലല്ലോ. കാരണം അതിനുശേഷം വന്ന സംസ്ഥാന കമ്മിറ്റിയുടെ പരിപാടികളിലൊക്കെ തന്നെ ഞാൻ സജീവമായിരുന്നു. അങ്ങനെ ഒരു പ്രശ്നം അതിന് അന്ന് അബിൻ വർക്കി മാധ്യമങ്ങളെ കാണുമ്പോൾ ഈ KSUവിൻ്റെയും KPCCയുടെയും ഒക്കെ അധ്യക്ഷ സ്ഥാനത്ത് ക്രൈസ്തവരാണ്, ആ സമുദായത്തിൽപ്പെട്ടവരാണ്. അപ്പോൾ ഇനി അതുകൊണ്ട് അബിൻ വർക്കിക്ക് ആവാൻ പറ്റിയില്ല. അപ്പോൾ സമുദായ സമവാക്യങ്ങൾ തെറ്റുമെന്നൊരു കാര്യം പറഞ്ഞപ്പോൾ അതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളൊരു ചോദ്യം ചോദിച്ചപ്പോൾ ക്രിസ്ത്യാനി ആയതാണോ എൻ്റെ പ്രശ്നം എന്ന് അബിൻ വർക്കി ചോദിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അതാണോ ആറന്മുളയിൽ സ്ഥാനാർത്ഥിയാവാനോ അവിടെ നിന്ന് വമ്പൻ വിജയം നേടാനും ഒരു അനുഗ്രഹമായി മാറിയത്? അങ്ങനെ തോന്നുന്നുണ്ടോ? അതായത് അത് തന്നെ തെറ്റാണ്. ഞാനൊന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ആ ബൈറ്റ് നമ്മളുടെ കയ്യിലുണ്ട്. എന്നാൽ ബൈറ്റൊന്ന് കാണിക്കും. ഉണ്ട്, ബൈറ്റുണ്ട്. അതായത് അങ്ങനെയല്ല ബൈറ്റ്. ഞാനത് കൃത്യമായി സോഷ്യൽ മീഡിയയിൽ എൻ്റെ വിശദീകരണം നൽകുകയും ഞാനത് പറഞ്ഞ ക്ലിപ്പടക്കം ഞാൻ ഇടുകയും ചെയ്തതാണ്. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, എന്നോട് ചോദിച്ച ചോദ്യം, താങ്കൾ ഈ പറഞ്ഞ ചോദ്യം ചോദിച്ചിട്ട്, അതായത് KPCC പ്രസിഡൻറ്റും KSU പ്രസിഡൻറ്റും ഒക്കെ തന്നെ ക്രിസ്ത്യാനി ആയതാണ് താങ്കൾ ആവാതിരിക്കാൻ കാരണം. അപ്പോൾ താങ്കൾ ഒരു ക്രിസ്ത്യാനി ആയതാണോ താങ്കളുടെ പ്രശ്നം എന്നാണ് ചോദ്യം. ഞാൻ പറഞ്ഞ ഉത്തരം, ഞാൻ അങ്ങനെയുള്ളൊരു പ്രസ്ഥാനത്തിലല്ല കടന്നു വന്നത്. ഞാൻ KSU എന്ന പ്രസ്ഥാനത്തിലൂടെ കടന്നു വന്നതാണ്. ഞങ്ങളിലില്ല ഹൈന്ദവ രക്തം, ഞങ്ങളിലില്ല മുസ്ലിം രക്തം, ഞങ്ങളിലില്ല ക്രൈസ്തവ രക്തം, ഞങ്ങളിലുള്ളത് മാനവ രക്തം എന്ന മുദ്രാവാക്യം വിളിച്ച് KSUവിൻ്റെ വിദ്യാർത്ഥി പ്രവർത്തകനായിട്ടാണ് ഞാൻ കടന്നു വന്നത്. അങ്ങനെയുള്ളൊരു പ്രസ്ഥാനത്തിന് ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുമ്പോൾ ക്രിസ്ത്യാനി ആയതാണോ, ഞാൻ ക്രിസ്ത്യാനി ആയതാണോ പ്രശ്നം എന്ന് ചിന്തിക്കാൻ പറ്റുമോ? അങ്ങനെ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞു. ഇതിനകത്ത് കേരളത്തിലെ മാധ്യമങ്ങൾ അങ്ങനെ പറ്റില്ലല്ലോ എന്നുള്ള എൻ്റെ വാക്കങ്ങ് എടുത്തു കളഞ്ഞിട്ട് ബാക്കി എടുത്ത് കാണിച്ചിട്ടാണ് ഈ ഞാൻ ക്രിസ്ത്യാനി ആയതാണോ പ്രശ്നം എന്നുള്ള ചോദ്യം ചോദിച്ചത്. ഞാൻ ഈ ക്ലിപ്പ് മുഴുവനായി തന്നെ അന്ന് തന്നെ എൻ്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുകയും ഇതിൻ്റെ വിശദീകരണം പറയുകയും കേരളത്തിലെ മാധ്യമങ്ങളിലുടനീളം പറയുകയും ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ മാധ്യമപ്രവർത്തകരും നമ്മുടെ CPMൻ്റെ അണികളും എല്ലാം കൂടെ ചേർന്നുണ്ടാക്കിയതാണ്. അല്ലാതെ ഇതിനകത്ത് ക്രിസ്ത്യാനിയോ മുസ്ലിമോ അല്ലെങ്കിൽ എനിക്ക് എങ്ങനെ വോട്ട് ചെയ്യുന്നത് ക്രിസ്ത്യാനി മാത്രമാണ്. അത് ആറന്മുള എന്ന പ്രദേശത്ത് ഹൈന്ദവരാണ് കൂടുതൽ. ആറന്മുള എന്ന പ്രദേശത്ത് ഹൈന്ദവ സമുദായം കൂടുതലുള്ള സ്ഥലത്ത് ഞാൻ മത്സരിക്കുമ്പോൾ ക്രിസ്ത്യാനികളുടെ വോട്ട് കിട്ടിയാൽ മാത്രമാണോ ഞാൻ ജയിക്കുന്നത്? അങ്ങനെയല്ലല്ലോ. എന്ന് പറഞ്ഞാൽ സമൂലമായി എല്ലാ വിഭാഗങ്ങളുടെയും വോട്ട് മേടിക്കാൻ നമുക്ക് സാധിക്കും. കാരണം എൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനം അങ്ങനെയുള്ള ഐഡിയോളജിയുള്ള പ്രസ്ഥാനമാണ്. ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ വോട്ട് മേടിക്കാനുള്ള പ്രസ്ഥാനമല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സെക്യുലർ മനോഭാവമുള്ള, സെക്യുലറിസം കണ്ണിലെ കൃഷ്ണമൂലി പോലെ കാത്തു സൂക്ഷിക്കുന്ന ഒരു പ്രസ്ഥാനവും അതിൻ്റെ പ്രവർത്തകനും ആയതുകൊണ്ടാണ് എനിക്ക് ആറന്മുളയിൽ സീറ്റ് ലഭിച്ചത്. മന്ത്രിമാരെ നിശ്ചയിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുകയാണ്. യുവാക്കൾക്ക് കൃത്യമായൊരു പ്രാതിനിധ്യം ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? അതിനുവേണ്ടി ആവശ്യപ്പെടുമോ യൂത്ത് കോൺഗ്രസ്? എങ്ങനെയാണ് അതിൻ്റെ കാര്യം? അല്ല, ഇപ്പോൾ കേരളത്തിലെ മന്ത്രിസഭാ രൂപീകരണത്തിൻ്റെ ചർച്ചകൾ ആരംഭിക്കുന്നതേ ഉള്ളൂ. ഒന്നാമത് നമുക്ക് വളരെ ഷോർട്ടൻ നമ്പറാണ്, 21 പേരാണല്ലോ ഒരു മന്ത്രിസഭയിൽ വരുന്നത്. അപ്പോൾ നമുക്ക് യുവരക്തങ്ങൾ വരണം എന്ന് പറഞ്ഞാൽ, യുവാക്കൾ എന്ന് പറഞ്ഞാൽ അതിനൊരു ഏജ് ക്രൈറ്റീരിയ ഞാൻ പറയില്ല. പക്ഷേ കമ്പാരിറ്റീവ്ലി യൂത്തായിട്ടുള്ള ഫ്രഷേഴ്സ് വരണം എന്നുള്ളത് ഞങ്ങളുടെ ആവശ്യമാണ്. അതിനകത്തൊരു സംശയവും വേണ്ട. എന്ന് പറഞ്ഞാൽ ഞാനീ പറയുന്നത് മുഴുവൻ കൊടുക്കണം. കാരണം ഈ യുവാക്കൾ വരണമെന്ന് പറയുമ്പോൾ മറ്റൊരു രീതിയിൽ വ്യാഖ്യാനിക്കാനുള്ള അവസരം ഇതിനകത്ത് കൊടുക്കരുത്. ഞാൻ പറഞ്ഞത് കമ്പാരിറ്റീവ്ലി യൂത്തായിട്ടുള്ള ഫ്രഷേഴ്സ് വരണം എന്നുള്ളത് ഞങ്ങളുടെ ആവശ്യമാണ്. അപ്പോൾ അതായത് യൂത്ത് കോൺഗ്രസ്സുകാരായിട്ടുള്ള അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല. യൂത്ത് കോൺഗ്രസ്സിൽ നിന്ന് ഒരാൾ വരണമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ കേരളത്തിൽ യുവാവ് അല്ലെങ്കിൽ മറ്റ് യൂത്തായി നമുക്ക് പരിഗണിക്കാൻ സാധിക്കുന്ന യുവചിന്തകളുള്ള, കമ്പാരിറ്റീവ്ലി യൂത്തായിട്ടുള്ള, പറഞ്ഞാൽ ഒരു മന്ത്രിയൊക്കെ ആവണമെങ്കിൽ ഒരു പക്വതയുള്ള ഒരു ചിന്താഗതിയുള്ള ആളുകളുമാണല്ലോ. എന്ന് പറഞ്ഞാൽ ആ ചിന്താഗതിയൊക്കെയുള്ള നമുക്കുള്ള ആളുകൾ കടന്നു വരണം. ഞങ്ങൾക്ക് തൊട്ട് മുമ്പുള്ള യൂത്ത് കോൺഗ്രസിൻ്റെ ജനറേഷൻ ആയിരിക്കാം, അത് അല്ലെങ്കിൽ അതിന് തൊട്ട് മുമ്പുള്ള ജനറേഷൻ ആയിരിക്കാം. അപ്പോൾ ആ ഒരു ജനറേഷനിൽ നിന്നുള്ള ആളുകൾ കടന്നു വരുമ്പോൾ തന്നെ അതൊരു യൂത്ത് ഫേസുള്ള, യൂത്ത്ഫുൾനെസ് ഉള്ള ഒരു മന്ത്രിസഭയായി മാറും. അത് വരണം എന്നുള്ളത് ഞങ്ങളുടെ ആവശ്യമാണ്. യൂത്ത് ആയാൽ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ്സുകാർക്ക് ഒരു മന്ത്രിസ്ഥാനമൊന്നും വഹിക്കാനുള്ള പക്വതയില്ല എന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ തന്നെ നേതാവ് പറയുന്ന പോലെ ആയി പോകുമോ? അല്ല, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. യൂത്ത് കോൺഗ്രസിൽ നിന്ന് വരണം എന്നല്ല ഞാൻ ആവശ്യപ്പെടുന്നത്. യൂത്ത്ഫുള്ളായിട്ടുള്ള, കമ്പാരിറ്റീവ്ലി യൂത്തായിട്ടുള്ള ആളുകൾ വരണമെന്നാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. കേരളത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രായമുള്ളവരും KSUവിൻ്റെ പ്രായമുള്ളവരും ഒക്കെ മന്ത്രിയായ, കോൺഗ്രസിൽ മന്ത്രിയായ ചരിത്രമുള്ളതാണ്. പക്ഷെ അതല്ല ഞാൻ ആവശ്യപ്പെടുന്നത്. അതല്ല, കമ്പാരിറ്റീവ്ലി യൂത്തായിട്ടുള്ള ഒട്ടേറെ മുതിർന്ന നേതാക്കൾ ജയിച്ചു വന്നിട്ടുണ്ട്, എക്സ്പീരിയൻസ് ഹാൻഡാണ്. അതുപോലെ തന്നെ യൂത്തായിട്ടുള്ള ആളുകളും ജയിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ബ്ലെൻഡായിരിക്കണം ഈ മന്ത്രിസഭ എന്നുള്ളത് ഞങ്ങളുടെ ആവശ്യമാണ്. ഇപ്പോൾ ആറന്മുളയിൽ
MLA ആയി വരുമ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്താണ്? ഏറ്റവും പ്രാധാന്യത്തോടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം? ഏറ്റവും പ്രാധാന്യം ടൂറിസത്തിനായിരിക്കും. ആറന്മുളയെ സംബന്ധിച്ചിടത്തോളം ആറന്മുള ഈ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയൊരു സാംസ്കാരിക നഗരമായി മാറേണ്ട സ്ഥലമാണ്. കാരണം ആറന്മുള നമുക്കറിയാം, ഇപ്പോൾ ആറന്മുള കണ്ണാടി ലോകോത്തര നേതാക്കന്മാർ മുഴുവൻ ഗിഫ്റ്റ് കൊടുക്കുന്ന സാധനമാണ്. പക്ഷേ അതിൻ്റെ പ്രയോജനം ഇതുവരെ ആറന്മുളയ്ക്ക് ലഭിച്ചിട്ടില്ല. ആറന്മുളയിലെ ക്ഷേത്രങ്ങളുണ്ട്. പാർത്ഥസാരഥി ക്ഷേത്രം, വള്ളസദ്യയുണ്ട്, പടയണിയുണ്ട്, പള്ളിയോടങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ വന്ന് നമുക്ക് കൂടുതൽ ആളുകളെ ആകർഷിപ്പിക്കാൻ, അതായത് ഇപ്പോൾ വരുന്ന ഒരു ടൂറിസം ക്രൗഡിനേക്കാൾ കൂടുതൽ ആളുകളെ ആറന്മുളയിലേക്ക് വരുവാനുള്ള സാഹചര്യം ഉണ്ടാക്കണം. അതുപോലെ തന്നെ കൺവെൻഷനുകളുമുണ്ട്. കുമ്പനാടും അതുപോലെ മാരാമണ്ണും ചെറുകോൽപ്പുഴ പോലുള്ള കൺവെൻഷനുകളുമുണ്ട്. അപ്പോൾ ഇങ്ങനെ വലിയ ഒരു കൾച്ചറൽ ഡൈവേഴ്സായിട്ടുള്ള, സ്പിരിച്വൽ ഡൈവേഴ്സായിട്ടുള്ള ഒരു പ്രദേശമാണ് ആറന്മുള. വലിയ ശബരിമലയുമായി ഏറ്റവും ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ആറന്മുളയെ ഒരു വലിയ സാംസ്കാരിക നഗരമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കണം. അതിന് വേണ്ടിയിട്ടുള്ള ടൂറിസം പ്രൊജക്റ്റുകളിലായിരിക്കും ഏറ്റവും വലിയ പ്രയോറിറ്റി കൊടുക്കാൻ പോകുന്നത്. ഇലക്ഷൻ റിസൾട്ട് വന്നതിന് ശേഷം ആദ്യ പ്രതികരണം MP രാജേഷിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഈ റിസൾട്ട് അംഗീകരിക്കുന്നു, വിജയിച്ചവർക്ക് ആശംസകൾ, സമരമുഖത്ത് ഞങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞു. ഇന്ന് മുഖ്യമന്ത്രി ആദ്യത്തെ അദ്ദേഹത്തിൻ്റെ പ്രതികരണം അറിയിക്കുമ്പോൾ പറയുന്നത്, ഞങ്ങൾ തുടങ്ങിവെച്ച നല്ല കാര്യങ്ങളുടെ തുടർച്ച ഉറപ്പാക്കും, അതിനുള്ള സമ്മർദ്ദം പ്രതിപക്ഷത്തിരുന്ന് ഉണ്ടാകും, ജാഗ്രതയുണ്ടാകും എന്നതാണ് മുഖ്യമന്ത്രി സൂചിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഭരണം എത്രമാത്രം സ്മൂത്ത് ആയിരിക്കും എന്ന് കരുതുന്നു? ഇതുപോലെ ഉള്ള ശക്തമായ ഒരു പ്രതിപക്ഷത്തെയാണ് നേരിടേണ്ടി വരിക എന്നൊരു ബോധ്യമുണ്ടോ? ആ സാഹചര്യത്തെ എങ്ങനെ കാണും? അല്ല, ഇവർ ഈ ശക്തമായ പ്രതിപക്ഷം ആയിരുന്നപ്പോൾ തന്നെയാണല്ലോ കേരളത്തിൽ ഏറ്റവും വലിയ പദ്ധതികൾ ഞങ്ങൾ കൊണ്ടുവന്നത്. അത് വിഴിഞ്ഞമാണെങ്കിലും മെട്രോ ആണെങ്കിലും എയർപോർട്ടാണെങ്കിലും സീപോർട്ടുകളാണെങ്കിലും ഒക്കെ തന്നെ ഏറ്റവും വലിയ വികസനം നടത്തിയതൊക്കെ തന്നെ ഇവർ വലിയ ശക്തമായ പ്രതിപക്ഷമായിരുന്നപ്പോഴാണ്. ഇവർ വലിയ ശക്തമായ പ്രതിപക്ഷമായി DYFI തിളയ്ക്കുന്ന യുവത്വമായിരുന്നപ്പോഴാണ് നെടുമ്പാശ്ശേരിയിൽ ഞങ്ങൾ വിമാനത്താവളം കൊണ്ടുവന്നത്. അന്ന് വിമാനം ഇറങ്ങിയാൽ നെഞ്ചിലൂടെ ഇറങ്ങുമെന്നൊക്കെ പറഞ്ഞവരാണ് ഇവർ. ഇവിടെ വിമാനത്താവളം അടക്കം കൊണ്ടുവന്നു. അപ്പോൾ ഇങ്ങനെ ഇവരുടെ പ്രതിപക്ഷ ശബ്ദങ്ങളെയൊക്കെ അർഹിക്കുന്ന ആ പ്രാധാന്യത്തോടു കൂടി തന്നെ കണ്ട് ആ പ്രതിപക്ഷത്തെ ശബ്ദങ്ങളിൽ നിന്ന് തിരുത്തേണ്ടവ തിരുത്തപ്പെട്ട് നല്ലൊരു ഭരണം തന്നെ UDFൻ്റെ ഉണ്ടാകും. അതിനകത്തൊരു സംശയവും വേണ്ട. ഞാനിപ്പോഴും പറയുന്നു, കഴിഞ്ഞ 10 കൊല്ലക്കാലം കേരളത്തിൻ്റെ ഒരു പ്രൈം പ്രൊജക്റ്റ് എന്താണ്? ഈ അടുത്ത 5 കൊല്ലം കഴിയുമ്പോൾ കേരളത്തിൽ ഞങ്ങൾ 11-16 പറഞ്ഞ പോലെ തന്നെ പ്രൈം പ്രൊജക്ട്സ് ഉണ്ടാവും. കേരളത്തിലെ ജനങ്ങൾക്ക് ഏറ്റവും സഹായകരമായ പദ്ധതികളുണ്ടാവും. അതിനൊക്കെ ഒരു തിരുത്തൽ ശക്തിയായി നല്ലൊരു പ്രതിപക്ഷമായി അവർ അവിടെ ഉണ്ടാകുമെന്ന് പറയുന്നത് തന്നെ ജനാധിപത്യത്തിൻ്റെ ഭംഗിയാണ്. ഞങ്ങളത് പൂർണ്ണമായ അർത്ഥത്തിൽ അംഗീകരിക്കുന്നു. അതിപ്പോൾ സർക്കാരിൻ്റെ ഏറ്റവും വലിയ നേട്ടമെന്ന് തോന്നുമ്പോൾ നമുക്കറിയാം, പല നേതാക്കളും പറഞ്ഞത് വർഗീയ ലഹളകൾ ഒന്നുമില്ലാത്ത 10 കൊല്ലമാണ് കടന്നുപോയത്. ഏറ്റവും ശക്തമായി കേരളത്തെ മതനിരപേക്ഷമാക്കി നിർത്തിയ ഒരു കാലമാണ് കടന്നുപോയത് എന്ന് പറയും. ഇന്ന് മുഖ്യമന്ത്രിയുടെ പ്രസ്താവന പുറത്തിറക്കിയതിലുള്ളത്, ഈ തെരഞ്ഞെടുപ്പിലെ ചില സൂചനകൾ മതനിരപേക്ഷത സംരക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരെ ആശങ്കപ്പെടുത്തുന്നതാണ് എന്ന ഒരു വരിയാണ്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നില്ല എന്ന് ഉറപ്പുവരുത്തുന്നതും വലിയ ഒരു ഉത്തരവാദിത്തമല്ലേ? ആദ്യം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കേരളത്തിലുടനീളമുള്ള തെരഞ്ഞെടുപ്പ് ഫലങ്ങളെക്കുറിച്ച് പഠിക്കുക എന്നുള്ളതാണ് അദ്ദേഹം ചെയ്യേണ്ടത്. കാരണം കേരളത്തിലുടനീളം എന്ന് പറഞ്ഞാൽ കാസർഗോഡ് മുഴുവൻ തിരുവനന്തപുരം വരെ എല്ലായിടത്തും CPM തോറ്റ അമ്പി ഇങ്ങനെ നിൽക്കുന്ന ഒരു സമയത്തും ഇതുപോലെ ഉള്ള ഒരു കമൻറ്റ് പറയാൻ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് സാധിക്കുകയുള്ളൂ. എന്താണ് അദ്ദേഹം ഈ കേരളത്തിലെ ഈ ഫലത്തിൽ കണ്ട വർഗീയത എന്താണ്? എനിക്ക് മനസ്സിലാവുന്നില്ല. എന്താണ് കണ്ണൂരിൽ പയ്യന്നൂരിൽ ഞങ്ങളുടെ സ്ഥാനാർത്ഥി ജയിച്ചത് വർഗീയതയായിട്ടാണോ അദ്ദേഹം കാണുന്നത്? അല്ലെങ്കിൽ തളിപ്പറമ്പിൽ ഞങ്ങളുടെ സ്ഥാനാർത്ഥി ജയിച്ചത് വർഗീയതയായിട്ടാണോ കാണുന്നത്? അല്ലെങ്കിൽ 50,000 വോട്ടിന് ജയിച്ച ശ്രീ പിണറായി വിജയൻ ആദ്യത്തെ 7 റൗണ്ട് പുറകെ പോവുകയും ഈ 19,000 വോട്ടിലേക്ക് താഴുകയും ചെയ്തത് വർഗീയതയായിട്ടാണോ അദ്ദേഹം കാണുന്നത്? തൃക്കരിപ്പൂരിൽ ചരിത്രത്തിൽ ആദ്യമായി ഞങ്ങൾ ജയിച്ചത് വർഗീയതയായിട്ടാണ് ഇവർ കാണുന്നത്. അപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി യാഥാർത്ഥ്യ ബോധത്തോടുകൂടി സ്വയം ഒന്ന് നുള്ളിയിട്ട് തോറ്റു എന്നുള്ള ആ യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് ഈ റിസൾട്ട് പഠിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് വർഗീയതയ്ക്കെതിരെയുള്ള ക്ലാസ് എടുക്കണം. പിന്നെ 2, മുഖ്യമന്ത്രി വർഗീയതയ്ക്കെതിരെ ക്ലാസ് എടുക്കാൻ പറ്റിയൊരു മഹാനായതുകൊണ്ട് അദ്ദേഹത്തെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല. കാരണം ഈ കഴിഞ്ഞ 5 കൊല്ലമായി കേരളത്തിൽ നടത്തിയ വർഗീയ പ്രസ്താവനകളുടെ ചെയിൻ അത് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അതിലൊരു ഭാഗത്ത് മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. അതുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞ കാര്യത്തെ ഞങ്ങൾ പോസിറ്റീവായി കാണുന്നു. നമുക്ക് വർഗീയതയില്ലാത്ത നല്ലൊരു മതനിരപേക്ഷമായ നാടാക്കി ഇത് മുന്നോട്ട് കൊണ്ടുപോകണം. അതിന് പ്രതിപക്ഷത്താൽ കഴിയുന്ന സഹായം അവരും ചെയ്യുക, ഭരണപക്ഷം അതിനുവേണ്ട ഇനീഷ്യേറ്റീവ് എടുക്കുക,
നമുക്കത് നന്നായി തന്നെ കൊണ്ടുപോകാം. പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും അദ്ദേഹവും പരിശോധിക്കപ്പെടണമെന്നുള്ളതാണ് ആവശ്യപ്പെടുന്നത്. ഇനിയുള്ള സർക്കാർ ഭരിക്കുമ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ റോൾ എന്തായിരിക്കും? അല്ല, യൂത്ത് കോൺഗ്രസ് സ്വാഭാവികമായിട്ടും എല്ലാ സർക്കാരുകളുടെ കാലഘട്ടത്തിലും സർക്കാരിനെ തിരുത്തുന്ന ശക്തിയായിട്ട് തന്നെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. അത് ഏതൊരു സർക്കാരിൻ്റെ കാലഘട്ടത്തിലും, ഒരു 2011-16 ഇവിടെ CPM ഒക്കെ പറയുന്നതിനേക്കാൾ കൂടുതൽ തന്നെ സർക്കാരിൽ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റുകളെ തിരുത്തിയത് യൂത്ത് കോൺഗ്രസ്സാണ്. യൂത്ത് കോൺഗ്രസിൻ്റെ റോൾ എടുക്കും, അതിനകത്തൊരു സംശയവും വേണ്ട. യൂത്ത് കോൺഗ്രസുമായി ബന്ധപ്പെട്ട മറ്റ് സംഘടനാപരമായ പ്രവർത്തനങ്ങളും മറ്റ് ജനോപകാരപ്രദമായ പ്രവർത്തനങ്ങളും ഒക്കെ തന്നെ നടത്തും. ഈ തെരഞ്ഞെടുപ്പിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയമായിരുന്നു വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല ദുരന്തവാസികൾക്ക് വേണ്ടിയുള്ള, ദുരന്തബാധിതർക്ക് വേണ്ടിയുള്ള വീട് നിർമ്മാണം. അത് തെരഞ്ഞെടുപ്പിനെ എങ്ങനെ ബാധിച്ചു, പ്രതിഫലിച്ചു എന്നത് മാറ്റി നിർത്തിയാൽ അവിടെ അത് ഇനിയും ഊർജിതമായി കൊണ്ടുപോകേണ്ടതുണ്ട് എന്ന യാഥാർത്ഥ്യം ഉൾക്കൊള്ളുന്നുണ്ടോ? അല്ല, നമുക്ക് അവിടെ പൂർത്തീകരിക്കേണ്ടതുണ്ട്. കാരണം ഒന്ന്, ഞങ്ങളൊരു സർക്കാരിൻ്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ സർക്കാർ ചെയ്ത പ്രവർത്തനങ്ങൾ ഇപ്പോൾ തുടങ്ങി വെച്ചിട്ടേ ഉള്ളൂ. ആ പ്രവർത്തനങ്ങൾ ഒന്നും പൂർത്തീകരിച്ചിട്ടില്ല. അപ്പോൾ അതൊക്കെ പൂർത്തീകരിക്കേണ്ടതുണ്ട്. 2, രാഷ്ട്രീയമായിട്ട് അതിനെ പറയുകയാണെങ്കിൽ അവിടെ ശ്രീ ടി സിദ്ദിഖ് പ്രസംഗിക്കാൻ വന്നപ്പോൾ കൂവാൻ നിന്ന സഖാക്കന്മാർ വരെ, അല്ലെങ്കിൽ കൂവാൻ നിന്നവർ വരെ സിദ്ദിഖിന് വോട്ട് ചെയ്തുകൊണ്ടാണ് 45,000 ഭൂരിപക്ഷത്തിന് അദ്ദേഹം കൽപ്പറ്റയിൽ നിന്ന് ജയിച്ചു വന്നത്. അപ്പോൾ അതുകൊണ്ട് അവിടുത്തെ നിവാസികളുടെയും ജനങ്ങളുടെയും പൊതുവികാരം എന്താണെന്നുള്ളത് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അല്ല, ഞാനതാ പറഞ്ഞത്, തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടും വികാരവും എന്ത് മാറ്റിവെച്ചാൽ അത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണെന്നുള്ളൊരു ബോധമുണ്ടല്ലോ. അവിടെ വീടുകൾ ഉയർന്നിട്ടില്ല എന്നൊരു യാഥാർത്ഥ്യവുമുണ്ട്. അത് പൂർത്തീകരിക്കേണ്ടതില്ലേ എന്നാണ് ഞാൻ. തീർച്ചയായിട്ടും 100% അങ്ങനെ തന്നെയാണ്. കാരണം എന്താണ്, വയനാട്ടിലെ വീടുകൾ പണിതുയർത്തേണ്ടതുണ്ട്. 432 വീടുകളാണ് അവിടെ ബെനിഫിഷ്യറീസിന് കൊടുക്കാനുള്ളത്. അതൊക്കെ സമയബന്ധിതമായി പൂർത്തീകരിക്കും. കോൺഗ്രസ് പറഞ്ഞ വീടുകൾ, കോൺഗ്രസിൻ്റെ തറക്കല്ലിട്ടു വീടിൻ്റെ, കോൺഗ്രസ് അവിടെ 100 വീടുകളാണ് ശ്രീ രാഹുൽ ഗാന്ധി വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. അതിൻ്റെ തുടർ പ്രവർത്തനങ്ങൾ അതായിരുന്നല്ലോ വലിയ വിവാദം. ഞാൻ അതിനെക്കുറിച്ചാണ് ചോദിച്ചത്. കോൺഗ്രസ് വെച്ച് നൽകും എന്ന് പറഞ്ഞ വീടുകൾ, യൂത്ത് കോൺഗ്രസിൻ്റെ വാഗ്ദാനം, അത് പൂർത്തീകരിക്കാനുള്ള നടപടികളെക്കുറിച്ചാണ് ഞാൻ ചോദിച്ചത്. ഞാൻ മറ്റേതും പൂർത്തീകരിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ടാണ് അത് പറഞ്ഞിട്ട് രണ്ടാമത്തെ പറയാൻ ആഗ്രഹിച്ചത്. കാരണം ഞങ്ങളാണല്ലോ ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നാണല്ലോ ഞങ്ങൾ സംസാരിക്കുന്നത്. അപ്പോൾ അവിടെ ഇതേവരെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് രേണു തന്നെ പറഞ്ഞ സ്ഥിതിക്ക് അത് പൂർത്തീകരിക്കണമെന്നാണ് ഞാൻ എൻ്റെ ആദ്യ ഭാഗം പറഞ്ഞത്. അല്ല, ഇതുവരെ പൂർത്തീകരിച്ച വീടുകളുണ്ടല്ലോ, പൂർത്തീകരിച്ച 178 വീടുകളുണ്ട്. അതിന് ബാക്കി 178 വീടുകളൊന്നും പൂർത്തീകരിച്ചില്ല എന്നുള്ളത് ഇവിടെ എല്ലാവർക്കും. എത്ര പേർക്ക് താക്കോൽ കൊടുത്തു? 17 പേർക്കോ 18 പേർക്കാണ് താക്കോൽ കൊടുത്തത്. പൂർത്തീകരിച്ച വീടുകളാണെങ്കിൽ താക്കോലും കൊടുത്താൽ പോരെ? ഒന്നും നടന്നിട്ടില്ല. അവിടെ പാർട്ടി പറയുന്നത് 100 വീടുകളാണ്. 100 വീടുകളിലുള്ള സ്ഥലം ഏറ്റെടുത്തിട്ടുണ്ട്. ആ സ്ഥലത്ത് തറക്കല്ലിടൽ കർമ്മം പൂർത്തീകരിച്ചിട്ടുണ്ട്. ആ പണി ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. അതും സമയബന്ധിതമായി ആ 100 വീടുകൾ പൂർത്തീകരിക്കും. അത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഒരു കൊല്ലത്തിനുള്ളിൽ തന്നെ ഒരു വീട് പൂർത്തീകരിക്കേണ്ട ഒരു ടൗൺഷിപ്പാണല്ലോ 100 വീടുകൾ എന്ന് പറയുമ്പോൾ. ആ വീടുകൾ ഒരു കൊല്ലത്തിനോ 1.5 കൊല്ലത്തിനോ ഉള്ളിൽ തന്നെ അത് പൂർത്തീകരിച്ച് ഈ ബെനിഫിഷ്യറീസിന് കൊടുക്കാൻ പറ്റുമെന്നുള്ള ഉറച്ച വിശ്വാസമാണുള്ളത്. അപ്പോൾ അതിൻ്റെ ഫണ്ടുമായി ബന്ധപ്പെട്ട് ചില ആക്ഷേപങ്ങൾ കൂടി ഉയർന്നിരുന്നു. അപ്പോൾ അതിൽ കൂടുതൽ വ്യക്തത വരുത്തുമോ? അല്ല, തീർച്ചയായിട്ടും. അത് ശ്രീ KPCC പ്രസിഡൻറ്റ് അവർക്ക് കിട്ടിയ, അല്ലെങ്കിൽ KPCCക്ക് ലഭിച്ച ഫണ്ടിനെ പറ്റി അദ്ദേഹം പത്രസമ്മേളനം നടത്തി പറയുകയുണ്ടായി. 2, യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോണ്ട് ഞങ്ങളുടെ അക്കൗണ്ട്, യൂത്ത് കോൺഗ്രസിൻ്റെ ഒഫീഷ്യൽ അക്കൗണ്ടിൻ്റെ അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് പരസ്യമായി പത്രക്കാർക്ക് കൊടുക്കുകയുണ്ടായി. ഈ 2 പ്രവർത്തനമാണ് ഞങ്ങൾ നടത്തിയത് ഫണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട്. എന്നിരുന്നാൽ തന്നെയും 100 വീടുകൾ പൂർത്തീകരിക്കണമെങ്കിൽ ഇപ്പോൾ സർക്കാരിൻ്റെ കണക്കും പ്രകാരം തന്നെ ഒരു വീടിന് ഏകദേശം 25 ലക്ഷം രൂപയാണ് സർക്കാർ കണക്കാക്കിയിരിക്കുന്നത്. അപ്പോൾ 100 വീടുകൾ പൂർത്തീകരിക്കണമെങ്കിൽ 25 കോടി രൂപ വേണ്ടിവരും. മാത്രമല്ല സ്ഥലത്തിൻ്റെ പണവും വേറെ വേണ്ടി വരും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പദ്ധതിയാണ് ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളത് പൂർത്തീകരിക്കും. ഞങ്ങൾക്ക് ലഭിച്ച പണവും അതുപോലെ തന്നെ ഇനി അതിൽ വേറെ പണം വേണമെന്നുണ്ടെങ്കിൽ ആ സഹായങ്ങളും മേടിച്ചുകൊണ്ട് ഞങ്ങൾ വയനാട്ടിൽ പാർട്ടി പറഞ്ഞ 100 വീടുകൾ ഞങ്ങൾ പൂർത്തീകരിക്കും. ഇപ്പോൾ എന്തായാലും ആദ്യമായി നിയമസഭയിലേക്ക് പോകാനിരിക്കുകയാണ് വരുന്ന ദിവസങ്ങളിൽ. കൂടെ ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചതോ മിസ് ചെയ്യുന്നതോ ആയ ആരെങ്കിലും ഉണ്ടോ? അങ്ങനെയല്ല, എനിക്ക് ധർമ്മടത്ത് ശ്രീ അബ്ദുൾ റഷീദ് ജയിക്കണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ടായിരുന്നു. കാരണം ശ്രീ അബ്ദുൾ റഷീദ് ഞങ്ങളുടെയൊക്കെ കൂടെ KSU പ്രവർത്തനം നടത്തി വന്ന ആളാണ്. വളരെ നല്ലൊരു നേതാവാണ്. അപ്പോൾ റഷീദ് KSUവിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡൻറ്റ്, ഞങ്ങളൊക്കെ സഹപ്രവർത്തകരായിരുന്നു, യൂത്ത് കോൺഗ്രസിൻ്റെ സഹപ്രവർത്തകനായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ യൂത്ത് കോൺഗ്രസിൽ നിന്ന് മത്സരിച്ച ഒരാളാണ്. അദ്ദേഹം ഉണ്ടാകണം എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. അതിപ്പോൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അദ്ദേഹം ചെറിയൊരു ഭൂരിപക്ഷത്തിന് തോറ്റുപോയി. അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. അബ്ദുൾ റഷീദ് ഇല്ലാത്തപ്പോൾ ഇനി അബിൻ വർക്കിയുടെ കമ്പനി ആരായിരിക്കും? ഞങ്ങളെല്ലാവരും കമ്പനിക്കാരാണല്ലോ.
അതെല്ലാവരുമായിട്ട് നല്ല ബന്ധമാണ്. UDYF പ്രത്യേകിച്ച് ഇപ്പോൾ ശ്രീ ജനീഷുണ്ട്, അഭിജിത്തുണ്ട്, അതുപോലെ തന്നെ UDYF എടുത്താൽ ഫിറോസ് ഉണ്ട്, അതുപോലെ നവാസ് ഉണ്ട്, പിന്നെ KSUവിൽ നിന്ന് സൂരജ് ഉണ്ട്, അതുപോലെ തോമസ് ഉണ്ട്, ഫാത്തിമ തെഹ്ലിയ ഉണ്ട്. അങ്ങനെ നീണ്ടതല്ല. ഇത്രയും പേര് പറഞ്ഞിട്ടും ചാണ്ടിയുമ്മൻ്റെ പേര് പറഞ്ഞില്ല. അല്ല, അദ്ദേഹം ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ ഭാരവാഹി അല്ലാത്തത് കൊണ്ടാണ് ഞാൻ പറയാത്തത്. ഞാൻ UDYF എന്ന് പറയാൻ കാരണം ഞങ്ങളുടെ ഇപ്പോഴത്തെ UDYF കമ്മിറ്റിയിലുള്ള ആളുകളുടെ പേരാണ് പറഞ്ഞത്. ഫിറോസാണ് ഞങ്ങളുടെ UDYF ഇപ്പോഴത്തെ സെക്രട്ടറി. അതുപോലെ ശ്രീ നവാസ് MSF സംസ്ഥാന പ്രസിഡൻ്റാണ്. അതുപോലെ ഫാത്തിമ തെഹ്ലിയ MSF നേതാവാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞതൊക്കെ UDYF ഞങ്ങളുടെ KSUവിൻ്റെയും ഞങ്ങളുടെ ഇപ്പോഴത്തെ സഹപ്രവർത്തകരാണ്. ചാണ്ടി ഉമ്മൻ ഞങ്ങളുടെ ജസ്റ്റ് സീനിയർ ബാച്ചായിരുന്നു. അദ്ദേഹം യൂത്ത് കോൺഗ്രസിൽ നിന്ന് മാറി ഇപ്പോൾ കോൺഗ്രസിൻ്റെ ബാച്ചായിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ ശ്രീ ചാണ്ടി ഉമ്മനുണ്ട്, അതുപോലെ ശ്രീ M. ലിജു ഉണ്ട്, അതുപോലെ ശ്രീ PC വിഷ്ണുനാഥ് ഉണ്ട്, അതുപോലെ ശ്രീ അൻവർ സാദത്തും റോജി എം ജോണും ഉണ്ട്. അത് അവർ വേറെ ഒരു ബാച്ചായതുകൊണ്ടാണ് പറയാത്തത്. അതിനിടയ്ക്ക് കുത്തിത്തിരിപ്പുണ്ടാക്കല്ലേ. അതല്ല, ഇവിടെ ഇപ്പോൾ ഈ നമ്മളെ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വം എന്ന് പറയുന്നത് നമ്മൾ അതിൽ പുലർത്തേണ്ടുന്ന ചില മാന്യതകളും ഉണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുന്ന ഒരു നിമിഷം കൂടിയാണല്ലോ. അല്ലെങ്കിൽ നിങ്ങൾക്കൊപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ കൂടി ഉണ്ടാകേണ്ടതായിരുന്നു. അതൊരു പാഠമാണ് എന്ന് കരുതുന്നുണ്ടോ? അല്ല, ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട് കുറേയധികം കാര്യങ്ങൾ വന്നു. അതിൽ കുറേയധികം കാര്യങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. അതിൻ്റെ കോടതിയിലുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രശ്നമാണ്. ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ സഹപ്രവർത്തകനായിരുന്നു. അപ്പോൾ അദ്ദേഹവും ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ളത് ഞങ്ങളുടെ സ്വാഭാവികമായിട്ട് ഞങ്ങളുടെ ചിന്തയാണ്. പക്ഷേ അദ്ദേഹം തെറ്റിദ്ധരിച്ച് അദ്ദേഹത്തിന് വരാൻ സാധിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇനി അബിൻ വർക്കി ആറന്മുളയിലേക്ക് താമസം മാറുകയാണല്ലേ? താമസമാക്കി. ശരി, അപ്പോൾ എല്ലാ ആശംസകളും, തുടർന്നുള്ള നല്ല പ്രവർത്തനങ്ങൾ. എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ News 18 വഹിച്ച പങ്ക് വളരെ വലുതാണ്. പ്രത്യേകിച്ച് രേണു ഉൾപ്പെടെയുള്ള ന്യൂസ് ആങ്കർമാർ എൻ്റെ തുടക്ക കാലഘട്ടത്തിലൊക്കെ നമ്മളൊരു യുവജന വിദ്യാർത്ഥി പ്രവർത്തകനായി കടന്നു വരുമ്പോൾ നമ്മളെ സഹായിക്കാൻ, ഒരു ന്യൂസ് ചാനലിനെ സഹായിക്കാൻ ഏതൊക്കെ ഘട്ടത്തിലാണോ സാധിക്കുന്നത് അതൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു വെരി മച്ച്. ഓക്കെ.